ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഹനി പറഞ്ഞില്ലേ ഞങ്ങൾ സമൂസ കഴിക്കാൻ പോകുന്ന വഴിക്ക് പാർക്കിലും കയറുമെന്ന്. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ കയറിയിട്ട് അത് കഴിഞ്ഞ് ഹനി പറഞ്ഞ് സമൂസ കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഏക്യാം സാത്വിക് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് അംബാലയിൽ സാത്വിക് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഇവിടെ റായ് മാർക്കറ്റിനകത്ത് തന്നെ വിശാൽ മെഗാമാർട്ടിൻ്റെ അടുത്തായിട്ടാണ് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് വിശാലിലും ഒന്ന് കയറണമായിരുന്നു. അപ്പോൾ വിശാലിൽ കയറിയിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഈ സാത്വിക് ഡയറ്റ് എന്ന് പറയുന്നത് ഇവർ അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ ഹിന്ദു ഡയറ്റാണ്. അതിൽ ഇംപ്യൂറായ ഇൻഗ്രീഡിയൻസ്, അതായത് ഓയിൽ, ഒനിയൻ, ഗാർലിക്, പ്രോസസ്ഡ് ഫുഡ്സ് ഇതൊന്നും ചേർക്കില്ല. പ്യുവർ വെജിറ്റേറിയൻ ഹെൽത്തി ഡയറ്റാണ് സാത്വിക് ഡയറ്റ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഞങ്ങളങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ന്യൂട്രിയൻ റിച്ചായ ഈസി ടു ഡൈജസ്റ്റ് ഫുഡാണ് സാത്വിക് ഡയറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞങ്ങളത് എവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവർ കുറേ ക്ലേൻ്റെ പാത്രങ്ങളൊക്കെ ഡിസ്പ്ലേന് വെച്ചിട്ടുണ്ട്. പിന്നെ ഹനി അവിടെ ചെന്ന ഉടനെ അവിടുത്തെ ഊഞ്ഞാലിൽ കയറിയിരുന്നു. ഇതാണ് അവരുടെ റിസപ്ഷൻ. അവിടെ കുറേ സ്നാക്സും ഫിൽറ്റർ കോഫിയുടെ പൗഡറുമൊക്കെ സെർവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തെ ആംബിയൻസ് ഒക്കെ നല്ലതായിരുന്നു. അപ്പം ഞങ്ങളൊരു 7:30 അങ്ങനെയൊക്കെയാണ് അവിടെ പോയത്. അപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു. പക്ഷെ ഇവിടെ കസ്റ്റമേഴ്സ് ധാരാളമായിട്ട് വരുന്നുണ്ടെന്നാണ് റിവ്യൂ ഒക്കെ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളവിടെ പോയത്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത് ഗ്ലാസ്സൊക്കെ കോപ്പറിലും സിങ്കിലും ഒക്കെ ഉണ്ടാക്കിയ ഗ്ലാസ്സിലാണ് അവർ വെള്ളമൊക്കെ തരുന്നത്. ഇത് മിനറൽ വാട്ടറാണേ. അപ്പോൾ അവർ നമ്മൾ ചെന്ന ഉടനെ തന്നെ മിനറൽ വാട്ടർ കൊണ്ടുവന്നു. ഇതാണ് അവരുടെ മെനു. അപ്പോൾ ഞങ്ങൾ മെനു നോക്കുമ്പോൾ ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഇവർ ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് പ്യുവർ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് കുറച്ച് നോർമൽ റേറ്റിനേക്കാളും കൂടുതലായിട്ട് വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് അവിടുത്തെ മെനു. മെയിൻ കോഴ്സും സ്റ്റാർട്ടേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ഇവിടുത്തെ താലി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ആ ദിവസം അൺഫോർച്ചുനേറ്റ്ലി താലി അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഹനിക്ക് എന്തായാലും സമൂസ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു സമൂസയും ഇവരുടെ റോസ്റ്റഡ് ടൊമാറ്റോ സൂപ്പ് നല്ലതാണെന്ന് ചില റിവ്യൂസിലൊക്കെ കണ്ടു. അപ്പോൾ പിന്നെ അതും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സാത്വിക് ഡയറ്റ് ഫൈബർ റിച്ച് ആയതിനാലും ലോ ഫാറ്റ് ആയതിനാലും നമ്മളത് റെഗുലർലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിമൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഒബേസിറ്റി കുറയ്ക്കാനൊക്കെ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എനിക്ക് വേണ്ടി ഒരു ടൊമാറ്റോ സൂപ്പും എനിക്ക് സമോസയും മോനത്തിനൊരു ഫിൽറ്റർ കോഫിയും ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവരൊരു താലിയിൽ 4 സ്നാക്സ് ഞങ്ങൾക്ക് കൊണ്ടു തന്നെ. അതും കോപ്പറിൻ്റെ സിങ്കിൻ്റെ എന്തോ പ്ലേറ്റിലാണ് സെർവ് ചെയ്തത്. ഒരു ബക്കർവാടി റോസ്റ്റഡ് പീനട്ട്, അതായത് ബേസണിൽ കോട്ട് ചെയ്ത റോസ്റ്റഡ് പീനട്ട്, പിന്നെ വേറെ 2 കുഞ്ഞു സ്നാക്സ് പോലത്തെ സാധനങ്ങളും. അതിപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരുവാണ്. ഇതും അവർ വിത്തൗട്ട് ഓയിൽ, വേറെ പ്രോസസ്ഡ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാണ്ട് പ്യുവറായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിവർ ഞങ്ങൾക്ക് തന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ്, അത് ഓർഡർ ചെയ്യാം, നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ ടൊമാറ്റോ സൂപ്പ് വന്നിട്ടുണ്ട്. കൊള്ളാമോ? നല്ല സൂപ്പാണ്. ഹനി നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും ടു ബി ഫ്രാങ്ക് ഞങ്ങൾക്ക് 2 പേർക്കും അത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്നത്തിൻ്റെ ഫിൽറ്റർ കോഫിയും ഹനിയുടെ സമോസയും വന്നു. ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയും സെർവ് ചെയ്യുന്ന രീതിയും ഒക്കെ നല്ല എടുത്തു പറയേണ്ടതാണേ. പ്ലേറ്റ് എനിക്കിഷ്ടമായി. ഹനി കഴിക്കല്ലേ? താങ്ക് യു. ഇതാണ് ഒരു പ്ലേറ്റ് സമോസ വരുന്നത്, 6 കുഞ്ഞ് സമോസ. അപ്പോൾ ഇവരെ ആട്ടയിലുണ്ടാക്കി ഓയിലിൽ ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കിയെടുത്ത സമോസയാണിതെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് ചട്നിയും പിന്നെ ഒരു പുതിന ചട്നിയും കൂടി
സൈഡ് ഡിഷായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു പ്ലേറ്റ് സമോസയ്ക്ക് 180 രൂപയാണ് വരുന്നത്. ഇതും കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഈ സമൂസ ആക്ച്വലി എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുഞ്ഞതാണ്. എന്തായാലും ഹനി ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. സമോസ അല്ലെങ്കിലും ഹനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണേ. ആണോ? ഞങ്ങളങ്ങനെ കഴിച്ച് കഴിഞ്ഞു. കഴിച്ച് കഴിയുമ്പോഴത്തേക്കും സ്വീറ്റ്നസ് കൊണ്ടുവന്നത് ദേ ഇങ്ങനത്തെ ഒരു കുഞ്ഞു ബക്കറ്റിലാണ്. സ്വീറ്റ്നർ എന്ന് പറയുന്നത് 2 കഷ്ണം ശർക്കരയും പെരുംജീരകവുമായിരുന്നു. അങ്ങനെ ദേ ബില്ല് വന്നു. അപ്പോൾ ഇതാണ് ബില്ല്. ടൊമാറ്റോ സൂപ്പിന് 147 രൂപ 86 പൈസയും സമോസയ്ക്ക് 171 രൂപ 43 പൈസയും പിന്നെ ഫിൽറ്റർ കോഫി 85 രൂപ 71 പൈസയും പിന്നെ മിനറൽ വാട്ടർ 57 രൂപ 14 പൈസയാണ്. അങ്ങനെ എല്ലാം ചേർത്ത് 480 രൂപയാണ് ആയത്. അങ്ങനെ ഞങ്ങൾ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. അത് ഇതാണ് നേരത്തെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുതന്ന സ്നാക്സും മിനറൽ വാട്ടറും പിന്നെ ഫിൽറ്റർ കോഫിയൊക്കെ ഇവരുടെ റിസപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് പോവാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ടേസ്റ്റ് വൈസും അത്ര വാവ് എന്നൊന്നും പറയാനില്ല. നമുക്ക് ഹെൽത്തി ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാമെന്നല്ലാണ്ട് പിന്നെ പ്രൈസും ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇത്രയേ ഉള്ളൂ ഏക്യാം സാത്വിക് കിച്ചണിൻ്റെ വിശേഷങ്ങൾ. ഞങ്ങൾ സാത്വിക് ഡയറ്റ് ഒരു പ്രാവശ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പോയതാണേ.